ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷിസു യുച്ചിഹയുടെ സീസൺ 2 പാർട്ട് 3 ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നടന്ന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ചുനിയൻ എക്സാമിന്റെ സമയത്ത് നമ്മുടെ ഗാറയും നറൂട്ടോയും ഔട്ട് ഓഫ് കൺട്രോൾ ആയി ഇവർ തമ്മിലൊരു ഫൈറ്റ് പോവുകയും അവസാനം ഫുഗാക്കു വന്ന് നറൂട്ടോയും ഗാറയും സേവ് ചെയ്യുന്നതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ നറൂട്ടോ ആൻഡ് ഗാറയാണ്. രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇവരുടെ ആ ഒരു അറ്റാക്കിലാണെങ്കിൽ ആ ഒരു ചുനിയൻ എക്സാം സെന്റർ മുഴുവനായും ഇല്ലാതായിരുന്നു. എന്നാൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും വില്ലേജിനകത്ത് കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ സുനാഡയെ കാണിക്കുന്നു. സുനാഡയാണ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഷിക്കാക്കു പറയും, സാൻഡ് വില്ലേജിൽ നിന്നും ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകും, അതും ജിഞ്ചുരിക്ക് വെച്ച് ഉണ്ടാകുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സെക്കൻഡ് ഹൊക്കാഗെ കഴിഞ്ഞ് പിന്നീട് തേർഡ് ഹൊക്കാഗെ വന്ന സമയത്ത്, അതായത് ഹിറുസൻ വന്ന സമയത്ത് വില്ലേജുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നല്ലൊരു റിലേഷനിലാണ് ഇത് മുന്നോട്ട് പോയത്. എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു? ഇവിടെ സുനാഡയെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാള് വില്ലേജിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസ് ഒന്നും സുനാഡയ്ക്ക് കൂടുതൽ അറിയില്ല. നമ്മുടെ ഷിക്കാക്കു ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പതിയെ നറൂട്ടോയ്ക്ക് ബോധം വരുന്നു. അങ്ങനെ ബോധം വന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ സാസ്കെ, സാക്കുറ, ലീ, ഷിക്കമാരു തുടങ്ങിയ നറൂട്ടോയുടെ എല്ലാ ഫ്രണ്ട്സും അവിടെ ഉണ്ടാകും. അങ്ങനെ ഇതേ സമയമാണ് ഹോസ്പിറ്റലിൽ നിന്നും ഗാറയും പതിയെ ബോധം വന്ന് എഴുന്നേൽക്കുന്നത്. ഞാൻ എവിടെയാണുള്ളത്, എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന മട്ടിൽ ഗാറ നോക്കി നിൽക്കുമ്പോൾ ഗാറയുടെ അടുത്തായി നമ്മുടെ ജിറായ ഉണ്ടാകും. അങ്ങനെ ജിറായ പറയും, ഗാറ നീയാണല്ലേ വൺ ടൈൽ ബീസ്റ്റിന്റെ ജിഞ്ചുരിക്ക്. അപ്പോൾ ഗാറയ്ക്കാണെങ്കിൽ ഇവിടെ അവസാനം എന്താണ് നടന്നതെന്ന് ഓർമ്മയുണ്ടാകില്ല. ഞാൻ ആ ഫൈറ്റിൽ ജയിച്ചോ അതോ തോറ്റോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ടെമരി, കാങ്കുറു, ഗാറ മൂന്ന് പേരോടും പറയും, ആക്ച്വലി ഗാറയ്ക്കകത്തുള്ള വൺ ടൈലിനെ വെച്ച് ഈ ഒരു വില്ലേജ് നശിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടേക്ക് അയച്ചത്. അങ്ങനെ ഇത് കേട്ട് ഗാറ പറയും, അതിനൊരു ചാൻസുമില്ല. എന്റെ ഓപ്പണന്റിനെ കൊന്നിട്ടാണെങ്കിലും നിങ്ങളുടെ വില്ലേജിന് എന്റെ ശക്തി കാണിച്ചു തരണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് അയച്ചത്. ഞങ്ങൾക്ക് തിരിച്ച് സാൻഡ് വില്ലേജിലേക്ക് പോകണമെന്നും ഗാറ പറയും. ജിറായ പറയും, കാസിക്കാകെ നിങ്ങളെ യൂസ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ നിന്നെ തടഞ്ഞില്ലെങ്കിൽ നീ ഇപ്പോൾ ജീവനോടെ പോലും ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്ത കുറ്റത്തിന് നിങ്ങളെ പ്രിസണിൽ അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത് എന്ന് ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുന്നത്. എന്നാൽ നിങ്ങൾക്ക് വില്ലേജ് വിട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ ഇത് കഴിഞ്ഞ് മറ്റൊരു പ്രിസൺ ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാസിക്കാക്കുയുടെ വേഷത്തിൽ വന്ന ആ ഒരു സാൻഡ് വില്ലേജിലെ ഷിനോബി ഇല്ലേ, അവൻ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ടാകും. അവന്റെ അടുത്തായി സുനാഡെ, ജിറായ, ഫുഗാക്കു, ഷിക്കാക്കു 4 പേരെയും കാണിക്കുന്നു. അങ്ങനെ ഇവർ 4 പേരും ആ ഒരു കാസിക്കാക്കുയുടെ വേഷത്തിൽ വന്ന ഷിനോബിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. വില്ലേജുമായി നല്ലൊരു ബന്ധത്തിലാണ് ഇത്രയും നാളും പോയത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അറ്റാക്കിന്റെ ആവശ്യം? സാൻഡ് വില്ലേജിലെ ഒരു കൂട്ടം ആൾക്കാർ ചെയ്ത ഒരു പ്ലാൻ ആണോ? ഇതിൽ കാസിക്കാക്കേക്കും പങ്കുണ്ടോ എന്നൊക്കെ ഇവർ ഓരോ കാര്യങ്ങളായി ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ഇതൊക്കെ കേട്ട് ആ ഒരു സാൻഡ് വില്ലേജിലെ ഷിനോബി ആണെങ്കിൽ ചിരിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരൊന്നും അല്ലേ? നിങ്ങളുമായി ഡീൽ ഉറപ്പിച്ച് അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് അവസാനം ഇങ്ങനെ ഒരു അറ്റാക്കിന് വേണ്ടി നമ്മൾ മുതിർന്നത്. അങ്ങനെ ഇത് കേട്ട് 4 പേര് ഷോക്കാകുന്നു. തേർഡ് ഹൊക്കാഗെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആ ഒരു ഷിനോബി പറയും, ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സാൻഡ് വില്ലേജിലെ ജനങ്ങൾ ഈ ഒരു ലീഫ് വില്ലേജിനെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. ഞാനിനി ഇവിടെ മരിച്ചാലും കുഴപ്പമില്ല. എനിക്ക് തന്ന മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിലും ആ ഒരു ഷിനോബി ഒന്നിനും ഉത്തരം നൽകില്ല. അങ്ങനെ അതേസമയം നമ്മുടെ സുനാഡെ ആണെങ്കിൽ ഹൊക്കാഗെ ഓഫീസിലുള്ള നമ്മുടെ ഹിറുസന്റെ ബുക്സ് ഉണ്ട്, അതായത് കുറച്ച് ഡാറ്റാസ്. അതായത് ഇതെന്താണ് സംഭവം എന്ന് നോക്കിയാൽ ഓരോ ആൾക്കാരും ഹൊക്കാഗെ ആയ സമയത്ത് അവർ ചെയ്ത കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഓരോ ബുക്കുകളിലായിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ ഹിറുസൻ ഹൊക്കാഗെ ആയ സമയത്ത് മറ്റു വില്ലേജുമായി എങ്ങനെയായിരുന്നു, എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് നടത്തത് തുടങ്ങിയ ഡാറ്റാസ് ഒക്കെ ആ ഒരു ബുക്കിൽ ആ ഒരു ഹൊക്കാഗെ രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ സുനാഡെ ആണെങ്കിൽ ഹിറുസന്റെ ബുക്ക് എടുത്തിട്ട് ഓരോന്നിങ്ങനെ നോക്കാൻ തുടങ്ങും. സുനാഡയുടെ അടുത്തായിട്ട് നമ്മുടെ ജിറായ, ഫുഗാക്കു, ഷിക്കാക്കു ഇവർ 3 പേരും ഉണ്ടാകും. സുനാഡെ ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു വില്ലേജിൽ രഹസ്യമായി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സുനാഡെ ഈ ഒരു ബുക്ക് നോക്കുന്ന സമയത്താണ് ഹിറുസന്റെ ബുക്ക് ഉണ്ടായ ആ ഒരു ഭാഗത്തായി നമ്മുടെ മിനാട്ടോയുടെ ബുക്ക് ഉണ്ടാകും. കാരണം മിനാട്ടോ 4th ഹൊക്കാഗെ ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ കുറച്ചു നാൾ മാത്രമേ ഹൊക്കാഗെ ആയിരുന്നുള്ളൂ. അപ്പോൾ തന്നെ മരിച്ചു പോയിരുന്നു. അങ്ങനെ മിനാട്ടോയുടെ ബുക്ക് എടുത്ത് ജസ്റ്റ് ജിറായ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് മറ്റ് വില്ലേജുകളുമായി ഉണ്ടായ ആ ഒരു പണമിടപാടുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുള്ളത്. അപ്പോഴാണ് അതിൽ മറ്റൊരു കാര്യം മിനാട്ടോ എഴുതിയത് നോട്ട് ചെയ്യുന്നത്. അതായത് ഹൊക്കാഗെ ഓഫീസിൽ ഡാൻസോന് സാൻഡ് വില്ലേജിൽ നിന്നും അതുപോലെ തന്നെ ഹിഡൻ ക്ലൗഡ് വില്ലേജിൽ നിന്നും ലെറ്റേഴ്സ് വന്നിരുന്നു. ഇത് മിനാട്ടോ ആണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ തന്നെ ജിറായ ആണെങ്കിൽ, സുനാഡെ ഇത് നോക്ക്, ഡാൻസോന് വില്ലേജ്
വില്ലേജിൽ നിന്നും ലെറ്റേഴ്സ് വന്നിരുന്നു എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഷിക്കാക്കു പറയും ഹിറുസൻ കഴിഞ്ഞ് ഹൊക്കാഗയുടെ അതേ പദവിയിലുള്ള ഒരാളാണ് ഡാൻസോ, അതുകൊണ്ട് മറ്റ് വില്ലേജിൽ നിന്നും ഹൊക്കാഗയ്ക്കല്ലാതെ മറ്റൊരാൾക്ക് ലെറ്റർ വരുന്നുണ്ടെങ്കിൽ അത് ഡാൻസോന് തന്നെ ആയിരിക്കും. അങ്ങനെ ഇത് കേട്ട ഉടൻ തന്നെ നമ്മുടെ ഫുഗാക്കു ആണെങ്കിൽ പുറത്തേക്ക് പോകാൻ തുടങ്ങും. ഈ സമയം ഫുഗാക്കു പറയും ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, ഇതിന്റെ പുറകിൽ എന്തായാലും ഡാൻസോ തന്നെ ആയിരിക്കും, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് ജിറായോട് പറഞ്ഞ് ഫുഗാക്കു അവിടെ നിന്നും പോകും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജിറായ, സുനാഡെ, ഷിക്കാക്കു 3 പേരും ആണെങ്കിൽ ആ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള അൻപുവിലേക്ക് പോകും. അതായത് അവിടെയാണ് ഡാൻസോയുടെ ആ ഒരു റൂം ഉള്ളത്. ആ ഒരു റൂം ആണെങ്കിൽ ലോക്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുക. എന്നാൽ സുനാഡെ ഒന്നും നോക്കില്ല, അത് തല്ലിപ്പൊളിച്ച് അതിന്റെ അകത്ത് കയറും. അപ്പോൾ ആ ഒരു റൂമിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല. ഒരു ടേബിളിൽ കുറച്ച് ബുക്കും കുറച്ച് പേപ്പേഴ്സും മാത്രമാണ് ഉള്ളത്. ആ ഒരു ബുക്കിലാണെങ്കിൽ ജിഞ്ചൂരിക്കകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ ഉച്ചിഹാസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഈ അൻപു മിഷനിൽ എത്ര പേരെ കൊന്നു, ആരൊക്കെയാണ് ഇതിലുള്ളത് തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ ലിസ്റ്റും അങ്ങനെയുള്ള കുറച്ച് ബുക്സ് ആണ് ഉള്ളത്. അങ്ങനെ തൊട്ടടുത്തായിട്ട് കുറച്ച് പേപ്പേഴ്സ് ഉണ്ടാകും. അങ്ങനെ ആ ഒരു പേപ്പേഴ്സ് ഒക്കെ സുനാഡെ എടുത്ത് വായിക്കുമ്പോഴാണ് ദേഷ്യം വന്ന് കൈകൊണ്ട് മതിലടിച്ച് പൊളിക്കും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന ഫ്ലാഷ് ബാക്ക് ഇവിടെ കാണിക്കുന്നു. അതായത് ഇവിടെ ടോബിറാമ ഹൊക്കാഗയായ സമയത്താണ് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നീട് അത് കഴിഞ്ഞ് ഹിറുസൻ വന്ന സമയത്ത് ഒരു പരിധി വരെ എല്ലാ വില്ലേജുമായി സോൾവ് ചെയ്ത് നല്ലൊരു ഡീലിനാണ് പോയിരുന്നത്. അപ്പോൾ മറ്റ് വില്ലേജുമായിട്ട് നല്ല സമാധാനത്തിലായതുകൊണ്ട് നമ്മുടെ ഡാൻസോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറുസൻ അറിയാതെ പല ഡീലുകളും ചെയ്യാൻ തുടങ്ങി. ആദ്യം ചെറുതായിട്ടുള്ള സാമ്പത്തിക കരാറുകളായിരുന്നെങ്കിൽ പിന്നീട് അത് ഇല്ലീഗൽ ആയിട്ടുള്ള പല ഡീലിലേക്കും മാറാൻ തുടങ്ങി. അതായത് മനുഷ്യക്കടത്ത് പോലുള്ള പല സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഡാൻസോ ഇത് പ്രധാനമായും ചെയ്യാൻ കാരണം വില്ലേജിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. കാരണം ഈ ഒരു ലീഫ് വില്ലേജിലെ കുറ്റവാളികളൊക്കെ കൊടുത്ത് ഒരുപാട് പണം വാങ്ങുകയും ആ ഒരു പണം വില്ലേജിന് കൊടുക്കുകയും ചെയ്ത് വില്ലേജിനെ എപ്പോഴും ടോപ്പായി നിർത്തണം. അതാണ് ഡാൻസോയുടെ ലക്ഷ്യം. അങ്ങനെ അത് കഴിഞ്ഞാണ് നമ്മുടെ ഡാൻസോ റൈക്കാഗെ ആൻഡ് കാസികാഗെ ആയിട്ട് ഒരു ഡീൽ വെക്കുന്നത്. ഇവിടെ ഡാൻസോ അവരോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം സാൻഡ് വില്ലേജിലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ആ ഒരു ജുട്സു, അതായത് സാൻഡ് കൺട്രോൾ ചെയ്യുന്ന ജുട്സും അതുപോലെ തന്നെ ആ ഒരു സാൻഡ് ബാരിയർ പോലുള്ള പവേഴ്സ്, അതായത് അതൊക്കെ ആ ഒരു ജുട്സും ഒക്കെ ലീഫ് വില്ലേജിനും തരണം. അതുപോലെ തന്നെ ക്ലൗഡ് വില്ലേജിൽ നിന്നും ആ ഒരു ലൈറ്റ്നിങ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന ആ ഒരു പവർ ഇല്ലേ റൈക്കാഗെ ഒക്കെ യൂസ് ചെയ്യുന്നത്, ആ ഒരു ജുട്സും നമ്മുടെ ലീഫ് വില്ലേജിന് തരണം. പക്ഷെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു വില്ലേജിലുള്ള ആൾക്കാർ ഇത് തരില്ല. കാരണം ഈ ഒരു ക്ലൗഡ് വില്ലേജിനും സാൻഡ് വില്ലേജിനും ഒക്കെ അത്രയും പവർഫുൾ ആയി നിൽക്കുന്ന പ്രധാനപ്പെട്ട ജുട്സുമാണ് ഈ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇത് പറഞ്ഞ ഉടൻ തന്നെ ഇത് അവർ സമ്മതിക്കില്ല. എന്നാൽ ഡാൻസോ ഇവിടെ ഓഫർ ചെയ്തത് എന്താണെന്നാൽ നിങ്ങൾ നമുക്ക് ഈ ഒരു ജുട്സുവിന്റെ ഫോർമുല, അതായത് ആ ഒരു ഹാൻഡ്സൈന്റെ ആ ഒരു സംഭവങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഉച്ചിഹയുടെ ഷറിംഗൻ തരാമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ 2 വില്ലേജിലെ കാഗേസും ഒന്ന് ഷോക്കായി. കാരണം ഉച്ചിഹ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഇവർക്ക് 2 പേർക്കും അറിയാം. ഷറിംഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ണ് ഒരിക്കലും ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതുമല്ല. അപ്പോൾ ഷറിംഗൻ എപ്പോഴും ഒരു വില്ലേജിന് അഡ്വാൻറ്റേജ് ആയി നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെ ഇവർ എന്ത് ചെയ്യും, ഒന്നും നോക്കില്ല, ആ ഒരു ഡീൽ ഉറപ്പിക്കും. അങ്ങനെ ഡാൻസോ ആണെങ്കിൽ അവരുടെ കയ്യിലുണ്ടായ ആ ഒരു പ്രധാന ജുട്സു ഒക്കെ വാങ്ങി അതിനുശേഷമാണ് ഡാൻസോ ഇറ്റാച്ചിയെ വെച്ച് വില്ലേജിനെ ആക്രമിക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. എന്നാൽ അത് ഫ്ലോപ്പായി പോയി. അതിനുശേഷം ഒറോച്ചിമാറുവിനെ വെച്ചും വില്ലേജിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിൽ നമ്മുടെ ഡാൻസോ മരിച്ചുപോയി. അതിന് ഡാൻസോ മരിച്ചതോടുകൂടി ആ ഒരു ഡീലും ബ്രേക്കായി. നമ്മുടെ റൈക്കാഗേക്കും കാസികാഗേക്കും മനസ്സിലായി ഇനി ഒരിക്കലും ആ ഒരു ഷറിംഗൻ കിട്ടാൻ പോകുന്നില്ല, നമ്മൾ വെറുതെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഐക്കോണിക് ജുട്സു ഒക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ സാൻഡ് വില്ലേജ് ലീഫ് വില്ലേജിനെ ഗാറയെ വെച്ച് ആക്രമിച്ചത്. അങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ സുനാഡെ ആണെങ്കിൽ ഇനി ഒട്ടും വൈകിക്കരുത്, പെട്ടെന്ന് തന്നെ ഫൈക്കാഗെ മീറ്റിംഗ് നടത്തണമെന്ന് പറയുന്നതോട് കൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും അവസാനിക്കുന്നു. ഗൈസ്, ഇനി നെക്സ്റ്റ് വീഡിയോ ബിയോണ്ട് ദ ആനിമേവേഴ്സിന്റെ പാർട്ട് 2 ആണ്. അതിനുശേഷമാണ് നമ്മൾ ഷിസു ചെയ്യുകയുള്ളൂ. കാരണം നമുക്ക് രണ്ടും മാറി മാറി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.